അങ്ങനെ ഇന്ന് സൂപ്പർ കപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-1 എന്ന സ്കോർ നിലയിലാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻ ബഗാന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് സുഹൈലും അവിടെ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന സുഹൈലും അതോടൊപ്പം തന്നെ സഹൽ അബ്ദുൾ സമദും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിട്ടുള്ള സഹലുമായിരുന്നു ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടൻ സബ്ബായി വന്ന് 93-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നൊരു കാര്യമാണ്. കാരണം മോഹൻ ബഗാൻ്റെ ഒരു ബി ടീം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന പ്ലേയേഴ്സ് മാത്രം, അതായത് യങ്സ്റ്റേഴ്സ് മാത്രമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എല്ലാ ഫോറിൻ പ്ലേയേഴ്സും, അതായത് ലൂണ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫോറിൻ പ്ലേയേഴ്സും മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയുമില്ല. ടീം പിരിച്ചു വിടുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇത്രയും മോശം പ്രകടനം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമും അതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ ഒരു ബി ടീം, അവരുടെ മെയിൻ പ്ലേയേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു വിദേശ താരം മാത്രമേ അവർക്ക് വേണ്ടി ബൂട്ടണിയുന്നുള്ളൂ. എന്നിട്ട് പോലും ഇത്രയും മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെക്കുന്നത് എങ്കിൽ ഈ ഒരു ടീം മികച്ച പ്രകടനം ഇനി കാഴ്ചവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു മോഹൻ ബഗാൻ്റെ യങ്സ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തൊക്കെ വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് തിരിച്ചടി. വീണ്ടും ഒരു ട്രോഫിയും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത ISL സീസണിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത ട്രോഫിക്കായിട്ട്. അത് മാത്രമേ ഇനി ബ്ലാസ്റ്റേഴ്സിന് മിച്ചമായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇനി മികച്ച പഠനം ഇനി അടുത്ത് വരാൻ പോകുന്ന ISL സീസണിലും കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഈ ഒരു ട്രോഫി നേടാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതൊന്നും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര കണ്ടൊരു കോമ്പിനേഷൻ പ്ലേയോ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാം പകുതിയിൽ ഒരുപാട് നേരങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് എനർജറ്റിക്കായിട്ട് കളിക്കുവാനായിട്ട് തുടങ്ങിയത്. എങ്കിൽ പോലും ഈ ഒരു മത്സരം തോറ്റതോടുകൂടി തന്നെ ക്വാർട്ടർ ഫൈനലിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്